മോർണിംഗ് ടു ആൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കോവ് ചെയിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കോവ് ചെയിൻ എന്താണെന്നും മാർക്കോവ് ചെയിനായിട്ട് ബന്ധപ്പെട്ട ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് പി ഡിഫൈൻ ചെയ്തു. അതിനുശേഷം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ മാർക്കോവ് ചെയിൻ, അതിൽ നമ്മൾ പി ഓഫ് 0 എന്ന് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളതിന്റെ ആ റിലേഷൻ ഒക്കെ പറഞ്ഞു. പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു പി ഓഫ് 0 ഇൻറ്റു പി റൈസ് ടു എൻ ആയിരിക്കും എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഇനി നമ്മളെന്ന് പറയാൻ പോകുന്നത് വേറൊരു സംഗതിയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പി എന്ന് പറയുന്ന വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ മെട്രിക്സിലെ എൻട്രി അല്ലെങ്കിൽ അതിലെ ഓരോ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? PIJ അല്ലെ? വാട്ട് ഈസ് PIJ? PIJ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഒരു കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ വാല്യൂ ആയിരുന്നു PIJ. വാട്ട് ഈസ് ദാറ്റ്? പ്രോബിലിറ്റി ഓഫ് xn+1 ഈക്വൽ ടു j given xn ഈക്വൽ ടു I. ഓക്കെ, xnന്റെ അതായത് അറ്റ് ടൈം എന്നില് ദ റാൻഡം പ്രോസസ് ഈസ് ഇൻ സ്റ്റേറ്റ് I, ദെൻ തൊട്ടടുത്ത ടൈമായ n+1 ടൈമില് jth സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ത്? ആ ഒരു പ്രോബിലിറ്റിനെയാണ് PIJ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതേപോലെ PIJ2 എന്ന് ഡിഫൈൻ ചെയ്ത് PIJ2 എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പോൾ ഇതേപോലത്തെ കണ്ടീഷണൽ പ്രോബിലിറ്റി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ടൈം എന്നില് ith സ്റ്റേറ്റിലാണ്. ഇനി തൊട്ടടുത്ത ടൈമല്ല, n+2 ടൈമിൽ xn കഴിഞ്ഞ അടുത്ത ടൈം ഏതാണ്? n+1 അല്ലെ? n+1 ടൈമിലല്ല, xn കഴിഞ്ഞ തൊട്ടടുത്ത ടൈം n+1 ടൈമാണ്. നമുക്ക് n+1 ടൈമിലല്ല jth സ്റ്റേറ്റ് അച്ചീവ് ചെയ്യേണ്ടത്, n+2 അതായത് 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴുള്ള ടൈം n, അതിനോടുകൂടി അഡീഷണൽ 2 ട്രാൻസിഷൻ കഴിഞ്ഞിട്ട് n+2 ടൈമിൽ jth സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, ആ ഒരു കണ്ടീഷണൽ പ്രോബിലിറ്റിനെ PIJ2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇതേപോലെ PIJ3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതേപോലെ തന്നെ ഇപ്പോഴുള്ള ടൈം nth ടൈമില് ith സ്റ്റേറ്റിലാണ്. ഇനി അഡീഷണൽ ആയിട്ട് 3 സ്റ്റേജ് കഴിഞ്ഞിട്ട്, 3 ട്രാൻസിഷൻ കഴിഞ്ഞിട്ട്, 3 ട്രാൻസിഷൻ കഴിഞ്ഞ് n+3 ടൈമിൽ എന്താവണം? jth സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള ആ പ്രോബിലിറ്റിനെ നമ്മൾ എന്തായാലും PIJ3 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ ജനറൽ ആയിട്ട് പറയുമ്പോൾ PIJn എന്ന് പറയുന്നത് എന്തായിരിക്കും? PIJn. ഇത് വായിക്കേണ്ടത് PIJ റൈസ് ടു n എന്നല്ല, അങ്ങനെ ജസ്റ്റ് PIJ, നോട്ട് എ പവർ അല്ല. അത് നമ്മൾ അഡീഷണൽ ആയിട്ട് n ട്രാൻസിഷൻ കഴിഞ്ഞിട്ട് അച്ചീവ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. അതായത് ഇപ്പൊ PIJn എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിങ്ങനെ probability of xm equal to I, അതായത് അറ്റ് ടൈം എമ്മില് ith സ്റ്റേറ്റിലായിരുന്നു. ഇനി അതിനോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അഡീഷണൽ ആയിട്ട് n ട്രാൻസിഷൻ കഴിഞ്ഞിട്ട്, അതായത് n ട്രാൻസിഷൻ എമ്മിന്റെ കൂടെ കഴിയാന്ന് പറയുമ്പോൾ m+n ടൈം ആകാം അല്ലെ? അന്നേരം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? jth സ്റ്റേറ്റ് അച്ചീവ് ചെയ്യണം. ഈ ഒരു പ്രോബിലിറ്റിനെയാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? PIJn. മനസ്സിലല്ലേ? ഇവിടെ നമ്മൾ ഇവിടുത്തെ ടൈം mth ടൈമാണ്, അതിനോടുകൂടെ m+n ടൈമിൽ എന്താവണം? jth സ്റ്റേറ്റ്, അതായത് m കഴിഞ്ഞിട്ട് n ടൈം കഴിഞ്ഞിട്ടാണ് m+n ടൈം എത്തുന്നത് അല്ലെ? അതായത് ഈ ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പോ ആ ടൈമിൽ നമുക്ക് m+n ടൈമിൽ jth സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ത് എന്നുള്ളതാണ് എന്ത്? PIJ എന്ന് പറയുന്നത്.
അപ്പൊ നമ്മളടുത്ത് ഇവിടെ ഈ എം എന്ന് പറഞ്ഞ ടൈം നമുക്ക് എന്തും ആകാം. 0 ടൈം ആകാം, 1 ടൈം ആകാം, 2 ടൈം ആകാം അല്ലെ. അപ്പൊ ഈ ഒരു പ്രോബിലിറ്റിനെ, അതായത് നമുക്ക് ഈ ഒരു നമ്മുടെ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് mth ടൈം ആണല്ലോ. ഇപ്പോഴുള്ള ടൈം mth ടൈം. അത് നമുക്ക് 0 ടൈമോ 1ഓ 2ഓ എന്ത് വേണമെങ്കിലും ആകാം. ഏത് ടൈമിലായാലും സ്റ്റാർട്ടിങ് ടൈം ഏത് തന്നെ ആയാലും ഈ പ്രോബിലിറ്റി സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ മാർക്കോവ് ചെയിൻ നമ്മൾ ഹോമോജീനിയസ് മാർക്കോവ് ചെയിൻ. അതായത് ഒരു മാർക്കോവ് ചെയിൻ ഹോമോജീനിയസ് ആണെങ്കിൽ ഈ എം എന്ന് പറയുന്നത് എന്ത് തന്നെ വന്നാലും നമുക്ക് ഈ Pij വാല്യൂ മാറുന്നേ ഇല്ല. ഉദാഹരണത്തിന് പ്രോബിലിറ്റി ഓഫ് x0 സ്റ്റാർട്ടിംഗ് ടൈം എം എന്ന് പറഞ്ഞ 0 എടുത്തു. xm ഈക്വൽ ടു i. ഇനി അതിന്റെ കൂടെ 0ന്റെ കൂടെ n ആഡ് ചെയ്യുമ്പോൾ കിട്ടും 0 പ്ലസ് n എന്ന് കിട്ടും അല്ലെ. അതായത് n ഈക്വൽ ടു j. അതായത് ഇത് 0 സ്റ്റാർട്ടിംഗ് ടൈം 0യില് ith സ്റ്റേറ്റിലായിരുന്നു. അതിനോട് അഡീഷണൽ n ട്രാൻസിഷൻ കഴിഞ്ഞ് jth സ്റ്റേറ്റിൽ എത്താനുള്ള പ്രോബിലിറ്റി. ഇതും Pijn തന്നെ ആണ്. അതുപോലെ ഇത് കൂടാതെ വേറെ ഏതാണ്? സ്റ്റാർട്ടിംഗ് ടൈം 1 m1 എടുത്തു. അതിനോടുകൂടെ അഡീഷണൽ n ട്രാൻസിഷൻ നടത്തിയിട്ട് n+1 ടൈമിൽ jth സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി അതും Pijn തന്നെയാണ്. അതായത് സ്റ്റാർട്ടിംഗ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെ നമ്മളെ ഇവിടുത്തെ m അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു മാർക്കോവ് ചെയിൻ ഹോമോജീനിയസ് മാർക്കോവ് ചെയിൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു ഹോമോജീനിയസ് മാർക്കോവ് ചെയിനെ പറ്റിയുള്ള ഒരു ഹോമോജീനിയസ് മാർക്കോവ് ചെയിൻ ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. സാധാരണഗതിയിൽ ഹോമോജീനിയസ് അല്ലെങ്കിൽ ഈ രണ്ട് പ്രോബിലിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷനും പ്രോബിലിറ്റിയും ഹോമോജീനിയസ് ആണെങ്കിൽ മാത്രമാണ് ഇതെല്ലാം സെയിം ആയിട്ട് വരുന്നത്. ഒരു മാർക്കോവ് ചെയിൻ അത് ഹോമോജീനിയസ് ആണ് എന്ന് തന്നിട്ടുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ Pijn ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഡിഫൈൻ ചെയ്തതേ ഉള്ളൂ. ഇത് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും എന്നുള്ളതിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല. അപ്പൊ ഈ Pijn കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമുക്ക് അടുത്തതായിട്ട് ഒരു തിയറായിട്ട് പറയുന്നത്. ആ തിയറത്തിന്റെ പേര് ഇതാണ് ചാപ്മാൻ കൊൾമോഗ്രോവ് തിയറം. ചാപ്മാൻ കൊൾമോഗ്രോവ് തിയറം. എന്താണ് ഈ തിയറം പറയുന്നത് നോക്കാം. ലെറ്റ് xn n greater than or equal to 0 be a homogeneous Markov chain. Homogeneous Markov chain with a transition probability, അതായത് one step transition probability matrix P അപ്പൊ ഒരു കാര്യം കൂടി അത് പറയാൻ വിട്ടുപോയി. നമുക്ക് ഈ Pij എന്ന് പറയുന്ന ഈ പ്രോബിലിറ്റിനെ നമ്മൾ പി എന്ന് പറയുന്ന മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തത് എന്തായിരുന്നു? Pij എന്ന് പറയുന്ന കണ്ടീഷണൽ പ്രോബിലിറ്റീസ് ഒന്നിച്ച് ചേർത്ത ഒരു മെട്രിക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ ഇവിടെ നമ്മൾ ഈ പ്രോബിലിറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഇത് വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് ആയിരുന്നു Pij പറഞ്ഞിരുന്നത്. വൺ സ്റ്റെപ്പ്, കാരണം അതില് ഇപ്പോഴുള്ള ടൈമും തൊട്ടടുത്ത ടൈമില് jth സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് ആയിരുന്നു പറഞ്ഞത്. ഇപ്പൊ ഈ Pijനിലോ, Pijനില് ഇപ്പോൾ ഉള്ള ith സ്റ്റേറ്റിൽ നിന്ന് jth സ്റ്റേറ്റ് n ട്രാൻസിഷൻ കഴിഞ്ഞിട്ടാണ് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കും? n സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി എന്നാണ് വിളിക്കുക. അപ്പൊ ഈ Pijn എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം?
അതിനെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം. PIJനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതിയില്ലേ, അതേപോലെ PIJനെ നമ്മളൊരു അതിന്റെ എൻട്രീസ് എല്ലാം നമ്മൾ കമ്പൈൻ ചെയ്ത ഒരു മെട്രിക്സ് ആയിട്ട് എഴുതിയാൽ ആ കിട്ടുന്ന മെട്രിക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് PN ആണ്, നോട്ട് P/n. ദിസ് ഈസ് ജസ്റ്റ് PN. അപ്പൊ അതിലെ വാല്യൂസ് ഏതൊക്കെയായിരിക്കും വരുന്നത്? നമുക്കുള്ള സ്റ്റേറ്റുകൾ 0, 1, 2 എക്സെട്ര ആണ് വിചാരിക്കുക. ഇവിടെ അതേപോലെ 0, 1, 2 എക്സെട്ര. അപ്പൊ 0 0യിലേക്ക് n ട്രാൻസിഷൻ കഴിഞ്ഞ് എത്താനുള്ള n സ്റ്റെപ്പ് ട്രാൻസിഷൻ പോലെ P00n. അടുത്ത എൻട്രി എന്തായിരിക്കും? 0 1ലേക്ക് n ട്രാൻസിഷൻ കഴിഞ്ഞ് എത്താനുള്ള n സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി P01n എക്സെട്ര. അടുത്തത് 2 0യിലേക്ക് നമുക്ക് എത്ര ട്രാൻസിഷൻ കഴിഞ്ഞ് എത്തണം? n ട്രാൻസിഷൻ കഴിഞ്ഞ്, അതായത് 2 1 n എക്സെട്ര. ഈ ഒരു മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? PN. നേരത്തെ നമ്മൾ ആ മെട്രിക്സിനെ നമ്മൾ 1 സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് എന്നായിരുന്നു Pനെ പറഞ്ഞത്. അപ്പൊ PNന് എന്താ പറയും? PNന് നമ്മൾ n സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് ആണ്. n സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഈ ചാപ്മാൻ കൊൾമോഗ്രോ തിയറത്തില് നമുക്ക് PN കാണാനുള്ള ഒരു ഫോർമുലയാണ് പറയുന്നത്. കൺസിഡർ എ ഹോമോജീനിയസ് മാർക്കോവ് ചെയിൻ with the transition probability matrix P, then this theorem states that PN, n step transition probability matrix, is nothing but P raised to n. അതായത് n സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സിന്റെ nth പവർ എടുത്താൽ ആ മെട്രിക്സിന് ഈക്വൽ ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രൂഫ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. നമുക്കിപ്പോ ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. Consider a Markov chain. Consider a Markov chain with a transition probability matrix 0.1, 0.6, 0.3, 0.4, 0.3, 0.3. And with the initial probability distribution P of 0 is equal to 0.5, 0.3, 0.2. Find probability of x2 equal to 2. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് probability of x3 equal to 3, x2 equal to 2, x1 equal to 1, x0 equal to 3. നമുക്ക് ആദ്യം കമ്പ്യൂട്ട് ചെയ്യേണ്ടത് പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 2. ഇത് നമ്മൾ മുന്നേ ഉപയോഗിച്ച നൊട്ടേഷന്റെ ഭാഗമല്ലേ? ഇതാണ് P പ്രോബിലിറ്റി ഓഫ് xn ഈക്വൽ ടു I എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തത്? PIN, അങ്ങനെയല്ലേ? PIN എന്ന രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടായിരുന്നു. ഈ PIN ഏതിലെ എൻട്രി ആയിരിക്കും? PIN P of n എന്ന് പറയുന്ന ഒരു റോ മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെ എൻട്രി ആയിരിക്കും എന്ത്?
ഇവിടുത്തെ സ്റ്റേറ്റസ് ഇപ്പൊ ഇവിടുത്തെ സ്റ്റേറ്റ് 3 സ്റ്റേറ്റ് ആണല്ലോ, 1 2 3. അപ്പോ ഈ nth ടൈമിൽ വിവിധ സ്റ്റേറ്റുകൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു റോ മെട്രിക്സ് അതേതാണ് P1n, P2n, P3n. ഇവിടുത്തെ കേസിൽ 3 സ്റ്റേറ്റ് ആയതുകൊണ്ട് ഒരു 3 കോളം ഉള്ള ഒരു റോ വെക്ടർ ആയിരിക്കും, റോ മെട്രിക്സ് ആയിരിക്കും നമുക്ക് P of n തന്നെ. അപ്പൊ PIN എന്ന് പറയുന്ന നമുക്ക് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 2 എന്നാണ് ഈ മോഡൽ എഴുതുമ്പോൾ. ഇവിടുത്തെ ടൈം n2, i എന്ന് പറയുന്നത് 2. ഓക്കെ, അപ്പൊ ആ മോഡലിലേക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ P22 എന്നാണ് വരുന്നത്. P22 ഏതിൽ എൻട്രി ആയിരിക്കും? യെസ്, P of 2 എന്ന് പറയുന്ന ആ റോ മെട്രിക്സ് കൺസിഡർ ചെയ്യുക. അതിൽ എൻട്രീസ് ഏതൊക്കെ ആയിരിക്കും? P12, P22, P32. ഈ ഒരു റോ മെട്രിക്സിലെ എൻട്രി ആണ് എന്ത്? P22 ആയ അതായത് P of x2 ഈക്വൽ ടു 2. അപ്പൊ P2 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിന്റെ വാല്യൂ കിട്ടും. P2 നമ്മൾ ഒരു ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നു, എന്താണ്? P of n ഈക്വൽ ടു P of 0 ഇൻറ്റു P റേസ് ടു n എന്നൊരു ഫോർമുല, അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്കോവ് ചെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇവിടെ P n എത്രയാണ്? 2. അപ്പൊ P of 2 എന്ന് പറയുന്നത് എന്ത് വരും? P of 0 ഇൻറ്റു P റേസ് ടു 2. P of 0 എന്നാണ് ഇനീഷ്യൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അത് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.5, 0.3, 0.2. പിന്നെ P തന്നിട്ടുണ്ട്. P എന്ന് പറഞ്ഞാൽ അതിന്റെ റേസ് ടു 2 കണ്ടുപിടിക്കുക. 0.5, 0.2, 0.3, 0.5, 0.1, 0.6, 0.3, 0.4, 0.3, 0.3 റേസ് ടു 2. അങ്ങനെ ഇത് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രിക്സ് പവർ കണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊരു റോ മെട്രിക്സ് കിട്ടും. അതിന്റെ ആ മെട്രിക്സ് എന്ന് പറയുന്നത് അപ്പൊ ആ റോ മെട്രിക്സിൽ നമുക്ക് ആവശ്യം ഏതാണ്? നടുവിലെ ഈ എൻട്രി ആണ് അല്ലെ. അത് മാത്രം കിട്ടിയാൽ മതി, മറ്റുള്ള വാല്യൂ വേണമെന്നില്ല. 3 വാല്യൂ ഉള്ള ഒരു റോ വെക്ടർ മെട്രിക്സ് ആയിരിക്കും കിട്ടുക. അതിൽ നമുക്ക് നടുക്കുള്ള ഈ വാല്യൂ മാത്രം മതി. അപ്പൊ ഈ നടുക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിൽ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നുണ്ടാകുക? ഈ പവർ കണ്ടിട്ട് ആ പവർ കണ്ടുള്ള അത് നമുക്ക് ആദ്യം കമ്പ്യൂട്ട് ചെയ്യാം. 0.5, 0.3, 0.2 ഇൻറ്റു ആ പവർ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 0.27, 0.39, 0.34, 0.2, 0.48, 0.32, 0.23, 0.39, 0.83. അപ്പോൾ നമുക്ക് ഈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 എൻട്രി ഉള്ള ഒരു മെട്രിക്സ് റോ മെട്രിക്സ് ആയിരിക്കും കിട്ടുക. അപ്പൊ അതിൽ നടുക്കുള്ള ഈ എൻട്രി മാത്രം മതി. അത് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? സെക്കൻഡ് കോളവും ഈ റോയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് സം എടുക്കുമ്പോഴല്ലേ. അപ്പൊ അത് മാത്രം മതി. അപ്പൊ നമുക്ക് പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 2 എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് 3 ഈ മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് ആ റോ മെട്രിക്സ് കണ്ടുപിടിക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ആകെ പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 2 അല്ലേ, അതായത് P2 of 2. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമ്മിൽ അതായത് 0.5 ഈ കോളം ഈ റോയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.5 ഇൻറ്റു 0.39 പ്ലസ് 0.3 ഇൻറ്റു 0.48 പ്ലസ് 0.2 ഇൻറ്റു 0.39. ഇതായിരിക്കും ആ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ കിട്ടുന്നത് 0.342 എന്നായിരിക്കും. അതാണ് പ്രോബ്ലം ഓഫ് x2. മറ്റേ രണ്ടാമത്തെ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.